സോ ഹലോ എവറിബഡി, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ MBA പേപ്പർ ആയിട്ടുള്ള റീറ്റെയിൽ മാനേജ്മെന്റിന്റെ യൂണിറ്റ് 1 ആണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ടുഡേ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ആ യൂണിറ്റ് 1. യൂണിറ്റ് 1 എന്താണ്? ആൻ ഓവർവ്യൂ ഓഫ് റീറ്റെയിൽ സെക്ടർ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. റീറ്റെയിലിംഗ്, ഹോൾസെയിലിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലെ? സോ റീറ്റെയിൽ സെക്ടറിന്റെ ഒരു ഓവർവ്യൂ, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ബേസിക്കലി കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും നമ്മൾ എന്തായിരിക്കും ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ യൂണിറ്റ് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ഓൾ ദീസ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിൽ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഇസ് അവർ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്? ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അറിയാലോ, ഓരോ ഗുഡ്സ് എൻഡ് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തുന്ന ചാനലാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അപ്പോ റീറ്റെയിലിംഗിന്റെ ഇമ്പോർട്ടൻസ് അതിൽ എന്താണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് വൺ ഇസ് വ്യൂ ഓഫ് റീറ്റെയിലിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഗ്ലോബലി. ഇന്ത്യയിലെ റീറ്റെയിലിംഗ് ബിസിനസിനെ നമ്മളൊന്ന് വ്യൂ ചെയ്യുന്നു. തേർഡ് ഇസ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യും. Also, finally, towards the end, we'll study career prospects in retailing. Retailing എന്ന മേഖലയിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതില് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി എന്താ? നമ്മള് ഗൂഡ്സിനെ അല്ലെങ്കിൽ ഗൂഡ്സോ സർവീസസിനെ നമ്മൾ എന്ത് ചെയ്യും? സെല് ചെയ്യും അല്ലെ? ഈ സെല് ചെയ്യുന്നത് ആരുടെ കൈകളിലേക്കായിരിക്കണം? എൻഡ് കൺസ്യൂമറിന്റെ കയ്യിലേക്കായിരിക്കണം. അതാണ് മറ്റ് പ്രോസസ്സിനെ വെച്ച് നോക്കുമ്പോൾ റീറ്റെയിലിംഗിന്റെ ഒരു ഡിഫറൻസ്. എൻഡ് കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കൺസെപ്ഷന് വേണ്ടിയിട്ടാണ് അത് മേടിക്കുന്നത്. അത് വേറൊരാൾക്ക് മറിച്ച് വിൽക്കാനോ ആൾക്ക് പിന്നെ ഫെർദർ ബിസിനസ് ചെയ്യാനോ വേണ്ടിയിട്ട് അല്ല. അങ്ങനെ ഫെർദർ ബിസിനസ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്നവർ ആരായിരിക്കും? ഹോൾസെയിലേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ റീറ്റെയിലേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എൻഡ് കൺസ്യൂമറിന്റെ കയ്യിലേക്കാണ് നമ്മൾ ഗുഡ്സിനെ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇറ്റ് എൻകംപാസസ് സെയിൽ ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ് ടു ദ എൻഡ് കൺസ്യൂമർ ഫോർ പേഴ്സണൽ consumption. Second point, retailers collect assortment in bulk from various manufacturers and break down into small quantities as per the demand of customers. ഡിമാൻഡിന്റെ അനുസരിച്ച്, കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിന് അനുസരിച്ച് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു റീറ്റെയിലറിനെ ഇമാജിൻ ചെയ്തിട്ട് ഇത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആളെന്ത് ചെയ്യും? കൺസ്യൂമറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, കൺസ്യൂമറിന് എന്ത് പ്രൊഡക്റ്റ് ആണോ ഇഷ്ടം കൂടുതൽ എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് ആള് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഡിഫറെന്റ് സെക്ഷൻസ് ആക്കി വെച്ചിട്ട് കൺസ്യൂമറിന്റെ ഡിമാൻഡിനനുസരിച്ച് അത് കൺസ്യൂമറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കും അല്ലെ? സോ അതാണ് ബേസിക്കലി ആര് ചെയ്യുന്ന? ഒരു റീറ്റെയിലർ ചെയ്യുന്നത്. Retailers interface with end consumer and provide them an opportunity to offer exact quantity and quality of goods. അല്ലെ, നമ്മളൊരു എന്താ പറയാ, സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുത്തെ സ്റ്റാഫിനായിട്ടും നമുക്കും കൺസ്യൂമറുമായിട്ടും വലിയൊരു ഇന്ററാക്ഷൻ വരാനായിട്ടുള്ള സാധ്യത കുറവാണ് അല്ലെ? നമ്മൾ പോയി നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. നമ്മള് ഇപ്പോ ഒരു ബ്രാൻഡ് സ്റ്റോർ, ട്രെൻഡ്സോ വെസ്റ്റ് സൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിൽ പോയാലും നമ്മൾക്ക് അവർക്ക് നമ്മളായിട്ടുള്ള കസ്റ്റമർ ഇന്ററാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ വൈൽ കമ്മിങ് ടു ആൻ റീറ്റെയിൽ സ്റ്റോർ, കസ്റ്റമറിനായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്തായിരിക്കും? അവിടെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എത്രയാണ്? സെയിൽ ടു ദ എൻഡ് കൺസ്യൂമർ ഫോർ ഫൈനൽ കൺസെപ്ഷൻ. എൻഡ് കൺസ്യൂമറിലേക്കാണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ റീറ്റെയിലർ ബൾക്കായിട്ട് ഗുഡ്സിനെ എടുക്കുന്നു, കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓൾസോ കൺസ്യൂമർ ആൻഡ് റീറ്റെയിലർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ പറ്റുന്നത് എന്താ? റീറ്റെയിലേഴ്സ് കൺവേ the demand pattern of the customers in their geographical area of operation, who can accordingly plan their production and marketing strategy. അപ്പൊ ഒരു റീറ്റെയിലർ എന്താ ചെയ്യുന്നത്? അവരുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ ഇൻട്രസ്റ്റിനെ ആരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഒരു മാർക്കറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിലേക്കോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും?
അവരുടെ പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ ആരാണെന്ന് പറയാം, നമുക്ക് റീറ്റെയിലേഴ്സ് ആണെന്ന് പറയാം. ഇനി വാട്ട് ഡിഫറൻഷിയേറ്റ്സ് എ റീറ്റെയിലർ ഫ്രം എ മാർക്കറ്റർ? ഒരു മാർക്കറ്ററിൽ നിന്നും അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൽ നിന്നും ഒരു റീറ്റെയിലറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന 3 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. ദർ ലോ ആവറേജ് സെയിൽസ് പെർ കസ്റ്റമർ. ഒരു മാനുഫാക്ചറിങ്, അതായത് ഒരു ഹോൾസെയിലർ ആണെങ്കിൽ, ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയില് എത്രമാത്രം ഗുഡ്സ് ആണ് ഒരാൾ മേടിച്ചിട്ട് പോവുക അല്ലെ. അവിടെ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഐറ്റം മാത്രമായിട്ടൊന്നും ആരും മേടിക്കില്ല, ഒരുപാട് സാധനങ്ങളായിട്ടാണ് ആൾക്കാർ മേടിക്കുക. വൈൽ കമ്മിങ് ഇൻ ടു റീറ്റെയിലിംഗിൽ എങ്ങനെയായിരിക്കും? ഒരാള് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ആള് മേടിക്കുന്ന ഗുഡിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. സോ അതാണ് ആവറേജ് സെയിൽസ് പെർ കസ്റ്റമർ കുറവാണെന്ന് പറയുന്ന ഒരു മാർക്കറ്ററിനെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിനെ വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് ഇസ് ഇമ്പൾസ് പർച്ചേസിംഗ് ബൈ ദ കസ്റ്റമർ. ഇമ്പൾസ് പർച്ചേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്യൂമർ ഗുഡ് കണ്ടു, നമുക്കത് മേടിക്കണം എന്നൊരു ഇൻട്രസ്റ്റ് വന്നു, നമ്മൾ പർച്ചേസ് ചെയ്തല്ലേ. പക്ഷെ നമ്മളൊരു ഹോൾസെയിലറിന്റെ അടുത്തേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാനായിരിക്കും. ഇപ്പൊ ബേസിക്കലി ഹോൾസെയിലറിന്റെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ലോത്ത്സ് എടുക്കാൻ, അല്ലെങ്കിൽ അരി, അങ്ങനെ ബൾക്കായിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ. അരി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നെസസിറ്റി ആണ്, നമ്മൾ അരി മൈൻഡിൽ വെച്ച് നമ്മൾ അത് പോയി എടുക്കുന്നു, റൈസ് എടുക്കുന്നു. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മളൊരു ഇമ്പൾസിന്റെ പുറത്ത് പർച്ചേസ് ചെയ്യോ? ഇല്ലേ. അപ്പൊ അത് എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്, റീറ്റെയിലിംഗിനെയും മാർക്കറ്റിനെയും തമ്മിൽ ഡിഫറൻസ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് ഇസ് കസ്റ്റമേഴ്സ് ഇൻക്ലൈനേഷൻ ഫോർ സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഷോപ്പിംഗ്. ഒരു ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മളോട് പറയും, നമ്മൾ ലിസ്റ്റ് കൊടുക്കും, അവർ വേഗം നിന്ന് സാധനം എടുക്കും, പോവാൻ പറയും അല്ലെ. അവിടെ ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. പക്ഷെ റീറ്റെയിലിംഗിൽ പോയി കഴിഞ്ഞാൽ എന്താ, നമുക്ക് കുറച്ചു നേരം നിന്ന് നമ്മൾ നോക്കി, നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, നമുക്ക് ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് എടുക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കും, പക്ഷെ അതൊക്കെ എന്താണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തിനു പറ്റില്ല? മാർക്കറ്ററിന് പറ്റില്ല. എന്തിനെ പറ്റുള്ളൂ? റീറ്റെയിലിംഗിനെ പറ്റുള്ളൂ. Therefore, the store's capability to provide an enhanced experience is a key factor of their success. Okay. അപ്പൊ റീറ്റെയിലിംഗിനെ സംബന്ധിച്ചിടത്തോളം ഹോൾസെയിലിംഗിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആർക്ക് നൽകുന്നുണ്ട്? കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട് അല്ലെ. കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഗുഡ്സ് എടുക്കാനും അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിനൊത്ത ഗുഡ്സ് അവർക്ക് കിട്ടാനും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എവിടെ കൊടുക്കുന്നു? റീറ്റെയിലിംഗിൽ കൊടുക്കുന്നു. ഇനി റീറ്റെയിൽ ബിസിനസ്സിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് കിരാന സ്റ്റോഴ്സ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? കിരാന സ്റ്റോഴ്സ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ്. കിരാന സ്റ്റോഴ്സിനെ നമ്മൾ ഒരു പേരും കൂടി പറയുന്നതാണ് മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ്. ഈ കിരാന സ്റ്റോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ, നമ്മൾ എന്താ പറയാ, നമ്മള് ഡെയിലി കൺസ്യൂമബിൾസ് ഒക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ടാവില്ലേ നമ്മുടെ എല്ലാവരുടെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു കടയിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കിരാന സ്റ്റോഴ്സ് അല്ലെങ്കിൽ മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇവര് മെയിൻലി ഡീൽ ചെയ്യുന്ന എന്തായിരിക്കും? FMCG ഗുഡ്സിലായിരിക്കും. വാട്ട് ഇസ് FMCG? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആര്? നമ്മുടെ കിരാന സ്റ്റോഴ്സ് റൺ ചെയ്യുന്ന ആൾക്കാർ. Okay. Retailers expanding their business by opening their own chain of outlets and making an independent business is known as organized retailers. അപ്പോൾ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ്, അൺഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഈ യൂണിറ്റില് പല സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടേം ആയിരിക്കും ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് എന്നുള്ളത്. സോ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ ആ സ്റ്റോറിന്റെ ഡിഫറെന്റ് സബ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ആ ഒരു കമ്പനി തന്നെ അവരുടെ ഒരു ഔട്ട്ലെറ്റ്സ് ഒരു ചെയിൻ ആയിട്ട് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വേറൊരു ഔട്ട്ലെറ്റ്സും ആയിട്ട് അവർക്ക് ഒരു കൊളാബറേഷൻ ഉണ്ടാവില്ല. ഇവരുടെ തന്നെ സ്റ്റോഴ്സ് അവരൊരു ചെയിൻ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് ഒരു റീറ്റെയിൽ മാർക്കറ്റിൽ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റോറുകളിലൊക്കെ ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ആണ് കാണുക. സൂഡിയോ ഒക്കെ നമുക്ക് കാണാം അല്ലെ. സൂഡിയോ വേറൊരു ഓർഗനൈസേഷൻ ആയിട്ട് അവർക്കൊരു ടൈപ്പോ ഒന്നുമില്ല. അവർ അവരുടെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന, അവരുടെ തന്നെ മാനുഫാക്ചറേഴ്സിൽ നിന്ന് പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നു, അവർ വിൽക്കുന്നു, അവരുടെ മാർക്കറ്റിംഗ് എവറിത്തിങ് ഇസ് ഡൺ ബൈ ദംസെൽസ്. അവരുടെ ഒരു ചെയിൻ ഓഫ് റീറ്റെയിലിംഗിൽ വേറൊരു ഓർഗനൈസേഷനും കയറി വരില്ല. അവരുടെ തന്നെ ഓർഗനൈസേഷന്റെ സ്റ്റോറുകളായിരിക്കും അവരൊരു ചെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. അത്തരത്തിലുള്ള റീറ്റെയിലിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന്
പറയുന്നത്. ഈ ഒരു ടേം നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഒരുപാട് തവണ കാണും. സോ കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി ദേ ഓപ്പറേറ്റ് അണ്ടർ വേരിയസ് ലെജിസ്ലേഷൻസ് റിലേറ്റഡ് ടു ദെയർ ബിസിനസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരുടെ ലെജിസ്ലേഷൻസ്, അല്ലെങ്കിൽ ലെജിസ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവര് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ തന്നെ നിയമങ്ങളായിരിക്കും. ഇപ്പൊ അല്ലാതെ ഇപ്പൊ വേറൊരു കമ്പനീനായിട്ട് ടൈഡപ്പ് ആവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ റൂൾസും കൂടി പാലിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു കേസിൽ അവരുടെ എല്ലാ റൂൾസ്, അവര് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, അവര് തന്നെ ആയിരിക്കും. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. The organized retailing concept was started in 1980s. Okay, അപ്പൊ ഏത് ഇയറിലാണ് ഈ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ചിലപ്പോൾ റീസെന്റ് ആയിട്ട് കേട്ടു വന്നിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ബട്ട് ഇത് ഏത് വർഷത്തിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? 1980s ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. It is being implemented in India since the last 2 decades. ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റഡ് ആയി തുടങ്ങിയിട്ട് 2 ഡെക്കേഡോളം ആയി. ഈ കുറച്ച് എക്സാമ്പിൾസ് ആണ് അവർ പറയുന്നത്. വാൾമാർട്ട്, ആമസോൺ, ബെസ്റ്റ് ബൈ ഓഫ് യുടെ ഒരു ബ്രാൻഡാണത്, കാർഫോർ ഓഫ് ഫ്രാൻസ്, ടെസ്കോ, സ്പെൻസേഴ്സ് ഫ്രം UK. ഇത്തരത്തിലുള്ള ഈ ബ്രാൻഡുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്? ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ ഇത്തരത്തില് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. വേറൊരാളിൽ നമ്മൾ ഗുഡ്സ് കളക്ട് ചെയ്ത് നമ്മൾ അത് ഇവിടെ കൊണ്ടുവച്ചു, നമ്മൾ റീറ്റെയിലേഴ്സിന് വിറ്റു അല്ലെ. അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് തരത്തിലുള്ള റീറ്റെയിലിംഗും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയില്. പക്ഷേ ഈ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് ഇപ്പൊ നമ്മള് മുൻപത്തെ പോലെയാണ്. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും എന്തൊക്കെ സ്റ്റോഴ്സ് നമുക്ക് അവൈലബിൾ ആ, ട്രെൻഡ്സ് ഉണ്ട്, വെസ്റ്റ് സൈഡ് ഉണ്ട്, ഗൂച്ചി, വാട്ടെവർ, സൂഡിയോ, അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. മുൻപ് ഇങ്ങനെയായിരുന്നോ? അല്ല, നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യലായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് വന്നതോടുകൂടി നമ്മുടെ ആരുടെ ഒരു എന്താ പറയുക എക്സിസ്റ്റൻസ് ആണ് കുറഞ്ഞു വന്നത്? നമ്മുടെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സിന്റെ എക്സിസ്റ്റൻസ് ആണ് കുറഞ്ഞു വന്നത്. നെക്സ്റ്റ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റീറ്റെയിൽ ബിസിനസ്. റീറ്റെയിൽ ബിസിനസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാണ് പറയുന്നത്, ബേസ്ഡ് ഓൺ ദെയർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡൽ. അപ്പോൾ ഓൺലൈൻ റീറ്റെയിലിംഗ് നടത്തുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓഫ്ലൈൻ റീറ്റെയിലിംഗ് നടത്തുന്നത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഓഫ്ലൈൻ റീറ്റെയിലിംഗ് നടത്തുന്നതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബ്രിക്ക് ആൻഡ് മോർട്ടർ റീറ്റെയിൽ മോഡൽ. വാട്ട് ഇസ് ഇറ്റ്? ബ്രിക്ക് ആൻഡ് മോർട്ടർ റീറ്റെയിൽ മോഡൽ. അതാണ് നമ്മുടെ ഓഫ്ലൈൻ മോഡൽ. ഓക്കെ, അപ്പൊ ഓൺലൈൻ മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് മോഡൽ. വാട്ട് ഇസ് ഇറ്റ്? ബ്രിക്ക് ആൻഡ് ക്ലിക്ക് മോഡൽ. ഒരു ക്ലിക്കിലായിരിക്കും നമ്മൾ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രിക്ക് ആൻഡ് ക്ലിക്ക് മോഡൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ക്ലിക്ക് ഓൺലി മോഡൽ. ക്ലിക്ക് ഓൺലി മോഡൽ. അപ്പൊ ഇത്തരത്തില് 2 ക്ലാസിഫിക്കേഷൻസ് റീറ്റെയിൽ ബിസിനസ്സിന് നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബേസിസിൽ നമ്മൾ പറയുന്നുണ്ട്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് എന്നും, ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് ബ്രിക്ക് ആൻഡ് മോർട്ടർ മോഡൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. The online retail has grown drastically in post-pandemic era. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും കടന്നുപോയ ഒരു കാര്യമായിരുന്നു എന്ത്? പാൻഡമിക് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഓൺലൈൻ റീറ്റെയിലിങ്ങിന് വലിയൊരു ഹൈക്ക് കണ്ടു തുടങ്ങിയത്. അതിന് മുൻപ് ഇപ്പൊ നമ്മളീ പലരും തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിയത് ഏത് സമയത്തായിരിക്കും? ആ കോവിഡിന്റെ ഒക്കെ സമയത്തായിരിക്കും അല്ലെ. അതിന് മുമ്പ് നമുക്കൊരു സ്റ്റോർ എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷെ ഈ പാൻഡമിക്കിന് ശേഷം നമ്മളുടെ ഒക്കെ ഇൻട്രസ്റ്റ് എന്താ? ഓൺലൈൻ പർച്ചേസിനോടാണ്. നെക്സ്റ്റ് ഹെഡിങ് ഇസ് ആൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ റീറ്റെയിൽ ബിസിനസ്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു യൂണിറ്റില് മെയിൻ ആയിട്ട് കൂടുതലും കണ്ടുവരുന്ന ഇന്ത്യയിലെ റീറ്റെയിലിങ്ങിനെ കുറിച്ച്, ഇന്ത്യയിലെ റീറ്റെയിലിങ്ങിന് അത് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ളതാണ്. ചിലപ്പോ ഒരു ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നാം. നമ്മൾ കുറച്ച് കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. Okay, India's retail sector contributes to the GDP about 8 to 10%. Okay, എത്ര പെർസെന്റേജ് ആണ് ഇന്ത്യയുടെ GDP-യിലേക്ക് നമ്മുടെ റീറ്റെയിലിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? Just 8 to 10%. It is the second largest employment generation activity after agriculture. Okay, ഇന്ത്യയിലെ ഏറ്റവും എംപ്ലോയ്മെന്റ് ജനറേഷൻ ആക്ടിവിറ്റി എന്താണ്? അഗ്രികൾച്ചർ ആണ്. അതിനുശേഷം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? റീറ്റെയിലിംഗ് ബിസിനസിനെയാണ്. Retailing market's anticipated size was $1 trillion in 2022.
അപ്പൊ ഒരു 2020 കണക്ക് പ്രകാരം റീറ്റെയിൽ മാർക്കറ്റിന്റെ ഒരു ഗ്രോത്തിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? $1.2 trillion ആണ്. അതില് റീറ്റെയിലിംഗിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് സംഭവിക്കുന്നത് ഏത് ഗുഡ്സിലാന്ന് പറയുന്നത്? ഫുഡ് ഐറ്റംസിലാണ്. ഫുഡ് ആൻഡ് ഗ്രോസറി സെഗ്മെന്റ്സ്. ഈ ഐറ്റംസിലാണ് റീറ്റെയിലിംഗിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സെയിൽസ് കിട്ടുന്നത്. The unorganized sector in India is accounting for 88% of the retail business, constituted by 12 million small retailers. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ അല്ല, ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. അതില് അൺഓർഗനൈസ്ഡ് സെക്ടർ 88% ആണ് നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് എത്രമാത്രം ആവറേജ് ഒരു എത്ര സ്റ്റോർ ഉണ്ടെന്ന് പറയുന്നത്? 12 million സ്മോൾ റീറ്റെയിലിംഗ് സ്റ്റോഴ്സ് ആണ് ഉള്ളത്. ഇത്രയും 88%ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് പ്രസന്റ് ആയിട്ടുള്ളത് എത്ര സ്റ്റോഴ്സ് ആണ്? 12 million റീറ്റെയിൽ സ്റ്റോഴ്സ് ആണ്. ഓക്കെ, there are two types of traditional retail formats. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റുകളിൽ രണ്ട് തരമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചത് എന്തായിരുന്നു? ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ട്രഡീഷണൽ ആയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റ്. ആ ഒരു ഫോർമാറ്റിന് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കിരാന സ്റ്റോഴ്സ് അല്ലെ. സോ വൺ ക്ലാസിഫിക്കേഷൻ ഇസ് കിരാന ആൻഡ് ഇൻഡിപെൻഡന്റ് സ്റ്റോഴ്സ് ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് കോപ്പറേറ്റീവ് ആൻഡ് ഗവൺമെന്റ് ഓൺഡ് സ്റ്റോഴ്സ്. കിരാന സ്റ്റോഴ്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കട, അത്രയാണ് കിരാന സ്റ്റോഴ്സിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. നമുക്കൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമ്മളുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള നമ്മളെ ഡെയിലി പൾസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു കടയായിട്ട് തോന്നും. നമ്മൾ പലചരക്ക് കട എന്നൊക്കെ പറയും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്സ് അല്ലെ. അത്തരത്തിലുള്ള ഒരു സ്റ്റോറിനെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്? കിരാന സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. Kirana stores are an Indian counterpart of mom and pop stores selling all household and personal goods. എന്താണ് ഇവർ സെല് ചെയ്യുന്ന കിരാന സ്റ്റോഴ്സ്? ഹൗസ് ഹോൾഡും പേഴ്സണൽ ഗുഡ്സും, അത്തരം സാധനങ്ങൾ. അതായത് ഹൗസ് ഹോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരി, അതുപോലെ പരിപ്പ്, പയറ്, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഡെയിലി വീട്ടിൽ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതുപോലെ പേഴ്സണൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോപ്പ്, പേസ്റ്റ്, അത്തരത്തിലുള്ള കമ്മോഡിറ്റീസ്, ഇത്തരം സാധനങ്ങളൊക്കെ സെല് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നമ്മുടെ കിരാന സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. കിരാന ആൻഡ് ദ ജനറൽ സ്റ്റോഴ്സ് ആർ സ്പ്രെഡ് ഓൾ ഓവർ ദ റൂറൽ ആൻഡ് urban places in India and they reflect a good amount of retail business. Okay, ഇത് പലപ്പോഴും നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സസ് എഫക്റ്റീവ്ലി മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളണം എന്നില്ല. നമ്മളിപ്പോ അടുത്തുള്ള ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓണർ ഉണ്ടായിരിക്കും, അവിടെ ഒരു ഹെൽപ്പർ ഉണ്ടായിരിക്കും അല്ലെ. അല്ലാതെ അവിടെ വലിയൊരു അക്കൗണ്ടിങ് സിസ്റ്റമോ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സോ ഒന്നും അവർ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ അവർ ബിസിനസ് എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ ഒക്കെ കുറവാണെങ്കിൽ പോലും അവര് വളരെ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ കിരാന സ്റ്റോഴ്സ് അല്ലെങ്കിൽ ജനറൽ സ്റ്റോഴ്സ് ഒക്കെ നടത്തുന്നത്. Third point is these shops have very small areas with limited stock of daily commodities according to the demand. അല്ലെ, ഇവരുടെ സ്റ്റോറിന്റെ വലിപ്പം എങ്ങനെയായിരിക്കും? ഒരു ബ്രാൻഡഡ് സ്റ്റോറിൽ നമ്മൾ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോകുമ്പോൾ കിട്ടുക അല്ല. അപ്പോ ഒരു നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി കഴിയുമ്പോൾ അത് ചെറിയ സ്റ്റോർ ആയിരിക്കും. അങ്ങനെ ആ സാധനങ്ങൾ അവിടെ നിറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. നമ്മള് ഒരു ഗുഡ് അന്വേഷിച്ചു പോയി. ഇപ്പൊ നമ്മളൊരു സപ്പോസ് കോൾഗേറ്റിന്റെ പേസ്റ്റ് അന്വേഷിച്ചു പോയി. അപ്പൊ അവിടെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതെന്താ ഇല്ലാത്ത, അടുത്ത ദിവസം കൊണ്ടുവന്ന് വെച്ചോളൂ എന്ന് നമ്മൾ പറയും. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പാണെങ്കിൽ നമ്മൾ ആ ചേട്ടനോട് പറയും. ആ ചേട്ടൻ ഉടനെ തന്നെ എന്ത് ചെയ്യും? അത് കൊണ്ടുവന്ന് വെക്കും. പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ എന്തുണ്ടായിരിക്കും? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം ആള് കൊണ്ടുവന്ന് വെച്ചിരിക്കും അല്ലെ. അതാണ് ഈ നമ്മുടെ കിരാന സ്റ്റോഴ്സിലുള്ള ഒരു പ്രത്യേകത. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമായിരിക്കും ആരവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവുക? ആ റീറ്റെയിലർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ വേരീസ് ഫ്രം ദ റീജിയൻ ടു റീജിയൻ അക്കോർഡിംഗ് ടു ദ ഓണേഴ്സ്. ഓണേഴ്സിന്റെ ഒരു നടത്തുന്ന ഒരു സ്റ്റൈൽ പ്രകാരം ഓരോ സ്ഥലത്തും നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കണം എന്നില്ല. നോർത്തിലെ റീറ്റെയിൽ ഷോപ്സ് അല്ലെ, ഇവിടെ കുറച്ചുകൂടി നമുക്ക് ഭയങ്കര കസ്റ്റമർ സർവീസ് ഒക്കെ കിട്ടുമെങ്കിൽ അവിടെ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അത് ഓരോ സ്ഥലത്തെ ഓണേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Next is general stores have only packaged FMCG products and branded products which are high in demand. അപ്പൊ ജനറൽ സ്റ്റോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ വിൽക്കുന്ന ഷോപ്സ് ഒക്കെ ഇല്ല, അവിടെ നമുക്ക് കുറച്ചുകൂടി എന്ത് കിട്ടും? ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മുടെ ഹിസ്റ്റോകലാമിൻ ലോഷൻ അല്ലെങ്കിൽ ഫേസ് വാഷസ്, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്, അതായത് ബ്രാൻഡ് ഫോക്കസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ റൂറൽ പീപ്പിളിലേക്ക് എത്തുന്നത് ആര് വഴിയാണ്? ഈ റൂറൽ ഏരിയാസിലുള്ള ജനറൽ സ്റ്റോഴ്സ് വഴിയാണ്. ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനത്തെ മെഡിക്കൽ സ്റ്റോഴ്സ്, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
പീപ്പിൾ ഫൈൻഡ് ദീസ് സ്റ്റോർസ് പ്രൊമിനന്റ്ലി ഇൻ ദ നൈബർഹുഡ് ഏരിയ. അല്ലെ, നമ്മൾ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയായിട്ട് ഇതിനെ ഇമാജിൻ ചെയ്യുക കിരാന സ്റ്റോഴ്സിന്. അപ്പൊ കിരാന സ്റ്റോഴ്സ് മെയിൻലി എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? നമ്മുടെ നൈബർഹുഡിലായിരിക്കും ഇതിന്റെ പ്രസൻസ് വരും. ഇനി ദ കെമിസ്റ്റ് സെല്ലിംഗ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇൻ റെസിഡൻഷ്യൽ ഏരിയ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ പോയിന്റ് തന്നെ, കെമിസ്റ്റ് ഒക്കെയാണ് ഈ റൂറൽ ഏരിയാസില് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള FMCG ഗുഡ്സിന്. ഇപ്പൊ നമ്മള് കാൽഷ്യം സാൻഡോസ് അല്ലെങ്കിൽ നമ്മുടെ അയൺ ടാബ്ലറ്റ്സ് അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മളൊരു റീറ്റെയിൽ ഷോപ്സിൽ പോയാൽ കാണില്ല, അല്ലെ? നമ്മളൊരു ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് പറയും? ഇത് വളരെ നല്ലതാണ്, ഇത് ഇന്ന ബ്രാൻഡിന്റെ ആണ്. അത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത ബ്രാൻഡ് ആണെങ്കിൽ പോലും അവര് നമ്മളുടെ അടുത്ത് കൺവിൻസ് ചെയ്യുന്ന തരുന്നതിനനുസരിച്ച് നമ്മൾ ആ പ്രോഡക്ട്സ് മേടിക്കും, അല്ലെ? മേടിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളത് വീണ്ടും യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നു. അതിലൊരു മെയിൻ പങ്ക് വഹിക്കുന്നതാണ് ആര്? നമ്മുടെ കെമിസ്റ്റും ജനറൽ സ്റ്റോഴ്സും ഒക്കെ. മോസ്റ്റ് റീറ്റെയിൽ സ്റ്റോഴ്സ് ആർ ഫാമിലി ഓൺഡ് ബിസിനസ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ റീറ്റെയിൽ സ്റ്റോഴ്സിൽ കാണാൻ പറ്റുന്ന എന്തായിരിക്കും? ഒരു ഹസ്ബൻഡ് ഉണ്ടാവും, ചിലപ്പോ വൈഫാണ്. എല്ലാ സ്റ്റോഴ്സിലെ കാര്യമല്ല പറയണേ, ഹസ്ബൻഡ് നടത്തുന്നതായിരിക്കും. വൈഫ് സാധനങ്ങൾ ചിലപ്പോൾ എടുത്തു കൊടുക്കുക, പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ മക്കളുണ്ടെങ്കിൽ അവര് പൈസ മേടിച്ച് വയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ റീറ്റെയിലിംഗ് സ്റ്റോഴ്സ് ഒക്കെ എന്താണ്? ഫാമിലി ഓൺഡ് ബിസിനസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യം കൂടി പറയേണ്ടത്, ഇറ്റ് ഇസ് ടോൾഡ് ആസ് ഇറ്റ് ഇസ് ദ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഡിസ്ഗൈസ്. അൺഎംപ്ലോയ്മെന്റ് ഇൻ ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ഒരു അൺഎംപ്ലോയ്മെന്റ് അവിടെ വന്നതല്ല, പക്ഷെ അവർക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായത് കൊണ്ട് അവര് ഓട്ടോമാറ്റിക്കലി നയിക്കപ്പെട്ടത് എന്തിലേക്കാണ്? റീറ്റെയിലിംഗിലേക്കാണ്, അല്ലെ? അവര് ഒരു ഇത് എന്താ, അവര് അറിഞ്ഞുകൊണ്ട് റീറ്റെയിലിംഗ് നടത്തണം എന്ന് വിചാരിച്ച് പോയതല്ല. അവർക്ക് നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ അവർ ആരെങ്കിലും അത് നിർത്തിയിട്ട് ഓക്കെ നമുക്ക് വീട്ടിലൊരു കട ഇട്ടിട്ട് ഇരിക്കാമെന്ന് പറയോ? ഇല്ല. പക്ഷെ അവർ അതിലേക്ക് നയിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അൺഎംപ്ലോയ്മെന്റ് ആയിരുന്നു. In various traditional retail outlets, branding is not the criteria. The storekeepers sell the products by their relationship. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളൊരു സാധാ റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോ ബ്രാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു, കയറി ഹിമാലയ ഫോർ ഇൻസ്റ്റൻസ് ലെറ്റ് മി സേ ഹിമാലയ. അപ്പൊ അത്തരത്തിലൊരു പ്രൊഡക്റ്റിന്റെ ആ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നമ്മൾ അഡ്വർടൈസിങ് നമ്മൾ ടിവിയിൽ കണ്ടു. ഓക്കെ, ആ അഡ്വർടൈസിങ് കണ്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള കടയിൽ പോയിട്ട് ചേട്ടാ ഇന്ന ബ്രാൻഡിന്റെ ഫേസ് വാഷ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കോ? ഇല്ല. ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇല്ലെങ്കിൽ നമ്മളോട് ആ ചേട്ടൻ എന്താ പറയാ? ആ പ്രൊഡക്റ്റ് വേണ്ടാതെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നോക്കി നോക്കോ, ഇത് കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റ് ആണ്, ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, കുറെ പേര് മേടിച്ചിട്ട് പോണതാണ്, നീ ഇത് മേടിച്ചു കൊണ്ടേയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിലെ ചേട്ടൻ നമ്മളോട് പറയാറില്ലേ? അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, അത്തരത്തിലുള്ള ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് എന്ത് ഫോളോ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലെ റീറ്റെയിലേഴ്സ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഒരു അഡ്വർടൈസ്മെന്റിന്റെയോ ബ്രാൻഡിങ്ങിന്റെയോ ഒന്നും ആവശ്യമില്ല. ക്ലൈന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിസിലാണ് അവരുടെ സെയിൽസ് നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് providing value-based services such as free home delivery, telephone-based delivery, self-service stores, formats, etc. അപ്പോ ഇന്ത്യൻ റീറ്റെയിലേഴ്സിന് പ്രസന്റ്ലി എന്തുണ്ട്? കോമ്പറ്റീഷൻ കൂടുതലാണല്ലേ? എവിടെ നോക്കിയാലും നമുക്ക് ഷോപ്സ് കാണാം. അപ്പോ അവരുടെ ഒരു കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്സ്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സിൽ എന്തൊക്കെ പെടുന്നുണ്ട്? നമ്മൾക്ക് പറയാം, നമ്മളിപ്പോ ഏത് കടയിൽ പോയാലും അവർ എന്ത് പറയും? ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് മാം, ഫ്രീ ആയിട്ടുള്ള ഹോം ഡെലിവറി ഉണ്ട്, ഇത്ര ലൊക്കാലിറ്റിയിൽ നമുക്ക് പൈസ ഒന്നും തരണ്ട ഡെലിവറിക്ക് എന്ന് പറയും, അല്ലെ? അത്തരത്തിലുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ഇസ് the increase in stock keeping units over the years has been the key factor for rising trust. ഒരു നമ്മളൊരു ഇപ്പോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് പോവാ, ഇപ്പൊ സൂഡിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോർ ആയിട്ട് ആ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഗുഡ് നോക്കിയിട്ടായിരിക്കും പോകണ്ടാവുക. ഇപ്പൊ ഒരു ചെപ്പലായിക്കോട്ടെ, ആ ചെപ്പല് നോക്കി അത് സ്റ്റോക്ക് ഔട്ടായി, ഒരു 5 അല്ലെങ്കിൽ 6 പീസ് ഒക്കെ ആയിരിക്കും അവർ വെക്കുന്നുണ്ടാവും. അത് സ്റ്റോക്ക് ഔട്ടായി നമ്മളപ്പോ പറയാം അവരോട്, ഇത് തീർന്നു പോയാലും ഇത് നീ കൊണ്ടുവെക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവെക്കോ? ഇല്ല. നമ്മുടെ ഇൻട്രസ്റ്റിനാണ് അവർ സാധനം കൊണ്ടുവെക്കുക? അല്ല. അവർക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞ അവരുടെ ലെജിസ്ലേഷൻസ് പ്രകാരം അവർ വർക്ക് ചെയ്യുള്ളൂ, അല്ലെ? അവര് ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവും, അതാണ് അവർ കൊണ്ടുവരുള്ളൂ. പക്ഷെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ പോയാൽ എന്താണ്, നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണമെങ്കിലും അവരവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇനിയും വേണമെന്ന് പറഞ്ഞാൽ അവർ ആ സാധനം തന്നെ വീണ്ടും കൊണ്ട് സ്റ്റോക്ക് ചെയ്യും, അല്ലെ? അതുകൊണ്ട് തന്നെ റീറ്റെയിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എന്താ വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നത് കോഓപ്പറേറ്റീവ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ്. കോഓപ്പറേറ്റീവ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി റെഗുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ്
ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ബോഡിയാണ് എന്ത് ഈ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ് എന്ന് പറയുന്നത്. ഇതിലൊരു മെയിൻ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഖാദി ഗ്രാമോദ്योग. ഖാദി ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള സ്റ്റോർ ആണത്. നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. എന്നാൽ എന്താ വലിയ പ്രൈസ്ഡും ആയിരിക്കില്ല. ദ സ്റ്റോഴ്സ് ഫോർ വിച്ച് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ് കോൺട്രിബ്യൂട്ട് ആർ, ഏതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്. സൂപ്പർ ബസാർ, കേന്ദ്രീയ ഭണ്ഡാർസ്, KVIC, that is Khadi and Village Industries Commission, along with public distribution system. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ ഷോപ്സ്, നമ്മൾ മാവേലി, വേറെ കുറച്ച് നമ്മൾ ഗവൺമെന്റ് നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിലൊക്കെ സാധനങ്ങൾ തരുന്ന ഷോപ്സിൽ, അതൊക്കെയാണ് ഇതിന്റെ കീഴിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ദീസ് ഔട്ട്ലെറ്റ്സ് വെർ ക്രിയേറ്റഡ് ആസ് യൂസർ ഫ്രണ്ട്ലി യൂണിറ്റ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ തന്നെ പ്രൈസ് വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ കിരാന സ്റ്റോഴ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. കോപ്പറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വരുമ്പോൾ കൺസ്യൂമർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും പ്രൈസ് വളരെ കുറവായിരിക്കും, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മള് ഇപ്പൊ ത്രിവേണി അല്ലെങ്കിൽ മാവേലി അത്തരത്തിൽ പോകുമ്പോൾ ഒരു വീടിന് വേണ്ടുന്ന എല്ലാ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങളും എവിടെ അവൈലബിൾ ആണ്, അത്തരം സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇവരുടെ ഒരു മെയിൻ പ്രത്യേകത നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഫോർ കസ്റ്റമർ സർവീസ് ആയിരിക്കും. ലാക്കിംഗ് സിൻസിയാരിറ്റി ആസ് വെൽ. നമുക്ക് റേഷൻ കടയിലെ കുറെ തട്ടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. സാധനങ്ങൾ അവര് ഹോൾഡ് ചെയ്ത് വെക്കുക, നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാതെ അവര് അല്ലെങ്കിൽ മറച്ചു വെക്കുക, അല്ലെങ്കിൽ അവരത് എന്താ പറയാ ഹോൾഡ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഇസ് മാനേജ്ഡ് ബൈ കോപ്പറേറ്റീവ് ആൻഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ കുറച്ച് 3 എക്സാമ്പിൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള 3 ഗവൺമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന 3 എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. മദർ ഡയറി ആൻഡ് സപ്പാൽ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രി, എംപോറിയം. നെക്സ്റ്റ് ഇസ് റൂറൽ റീറ്റെയിലിംഗ് സെനറിയോ ഇൻ ഇന്ത്യ. റൂറൽ റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരിക അല്ലെ. ഒരു റൂറൽ ഏരിയാസിലെ റീറ്റെയിലിംഗ് എങ്ങനെയായിരിക്കും, നമ്മുടെ നാട്ടിലെ പോലെ ആവണമെന്നുണ്ടാവും. ഭയങ്കര ഒച്ചയും ബഹളവും കണ്ടമാനം പ്രോഡക്ട്സ്, ഒരു ഷോപ്പ് വേണമെന്ന് പോലും അവർക്ക് നിർബന്ധം ഉണ്ടാവില്ല അല്ലെ. ജസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടൊക്കെ അവര് ചിലപ്പോൾ റീറ്റെയിലിംഗ് ചെയ്യും. അത്തരത്തിലുള്ള ഇന്ത്യയിലെ റൂറൽ റീറ്റെയിലിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. Rural areas have a population of more than 1,500, enjoy a strong parallel retail format such as periodic market. അപ്പോ റൂറൽ റീറ്റെയിലിംഗിൽ പ്രധാനമായിട്ടും മെയിൻലി നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് റീറ്റെയിലിംഗ് ആണ് എന്ത്, നമ്മുടെ പീരിയോഡിക് മാർക്കറ്റ്സ്. ചില പീരിയഡിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ചില മാർക്കറ്റ്സ്. നമ്മളിപ്പോ എക്സിബിഷൻ ഒക്കെ, നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ ഒക്കെ ഉള്ള പോലെ, അത് കുറച്ചുകൂടി ഒരു വലിയ ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ആണ്. പക്ഷെ റൂറൽ ഏരിയാസിൽ ഇതെങ്ങനെയാ ഒരു ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ പീരിയോഡിക് മാർക്കറ്റ്സ് ഓപ്പൺ ആവുക. അതുപോലെ തന്നെ 3 പേരുകൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ടതാണ്. ഷാന്തീസ്, ഹാർട്സ് ആൻഡ് ജാത്രാസ്. അത് നമ്മൾ നെക്സ്റ്റ് ലൈനിൽ പറയും. പീരിയോഡിക് മാർക്കറ്റ്സ് ആർ ട്രഡീഷണൽ പ്ലേസസ് വെയർ റൂറൽ കസ്റ്റമേഴ്സ് കം അപ്പ് ഓൺ വീക്ക്ലി ബേസിസ്. പീരിയോഡിക് മാർക്കറ്റ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ ആയിരിക്കാം. ഇതില് 3 പേര് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ, ശാന്തീസ്, ഹാർട്സ്, ജാത്രാസ് എന്നാണ്. ഇനി ഈ ശാന്തീസ്, ഹാർട്സ്, ജാത്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വീക്കില് ഒരു പെർട്ടിക്കുലർ ഡേ, മേ ബി വെനസ്ഡേ ആയിരിക്കാം അല്ലെങ്കിൽ വീക്കെൻഡിലായിരിക്കാം, വീക്കിലി ഒരു ഡേ ആണ് അവര് മെയിൻലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ആരൊക്കെയാണ് നമ്മൾ 3 പേര് പറഞ്ഞത്, ശാന്തീസ്, ഹാർട്സ് ആൻഡ് ജാത്രാസ്. അപ്പൊ ഇവര് 3 പേരുകൾ നമ്മൾ പറയുന്നതാണ്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഓക്കെ, അപ്പൊ ഇവര് വീക്കില് ഒരു പെർട്ടിക്കുലർ ഡേയിലാണ് ഇവര് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോ കുറെ ആളുകള്, 58% ഓഫ് ദ പീപ്പിൾ ഈ ഇത്തരം സ്റ്റോറുകള് വിസിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് പറയുന്നേ, അവർക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മേടിക്കാനായിരിക്കില്ല അല്ലെ, ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് മേടിക്കാനായിട്ടായിരിക്കും. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് പോയി കഴിയുമ്പോ അവര് പക്ഷെ ചെന്ന് കഴിയുമ്പോ അവർക്ക് എന്താ, എല്ലാ കടയും ഒരേപോലത്തെ ഗുഡ്സ് വിൽക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് കടകൾ എന്താ സിമ്മിന്റെ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ നമ്മൾ ഇന്നൊരു സാധനം, നമ്മൾ വേറെ സ്ഥലത്ത് കിട്ടുന്ന ഒരു സാധനം എക്സിബിഷൻ പ്രമാണിച്ച് വന്നിട്ടുണ്ടാവും, അത് മേടിക്കാന്നൊക്കെ വിചാരിച്ച് പോയി കഴിയുമ്പോ എന്തായിരിക്കും, നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരേപോലത്തെ സാധനം ആയിരിക്കും എല്ലാ സ്റ്റോറിലും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് നമ്മുടെ റൂറൽ റീറ്റെയിലിംഗ്. നെക്സ്റ്റ് കമ്മിങ് ടു മോഡേൺ റീറ്റെയിലിംഗ്. ബ്രിക്ക് ആൻഡ് മോട്ടർ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ബ്രിക്ക് ആൻഡ് മോട്ടർ എന്തായിരുന്നു? ഓഫ്ലൈൻ മോഡ് ഓഫ് റീറ്റെയിലിംഗ്. ആ റീറ്റെയിലിംഗ് കോൺട്രിബ്യൂട്ടിംഗ് about 12% ഓഫ് ദ ടോട്ടൽ റീറ്റെയിലിംഗ് എന്നാണ് പറയുന്നത്.
കുറച്ച് ഡാറ്റാസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഈ കിരാന സ്റ്റോഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോഴ്സ് അല്ലാതെ നമുക്ക് വേറെയും കുറെ സ്റ്റോഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? റോഡ് സൈഡ് ധാബാസ് അല്ലെ? അത് ചിലപ്പോ അവർ അന്ന് ഷോപ്പ് അടച്ചു കഴിയുമ്പോൾ ഷോപ്പും കൊണ്ട് അവർ വീട്ടിലേക്ക് പോകും. നമ്മൾ ഈ ഉന്തുവണ്ടി എന്നൊക്കെ പറയും. അതുപോലെ സ്ട്രീറ്റ് ഹോക്കേഴ്സ്, ഫ്ലീ മാർക്കറ്റ്സ്, അത്തരത്തിലുള്ളതും ചില വീക്സിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഡേയ്സ് ഓഫ് ദ വീക്കില് അല്ലെങ്കിൽ മന്ത് എൻഡിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എവിടെ? റൂറൽ ഏരിയാസിൽ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? റൂറൽ റീറ്റെയിലിങ്ങിനെ കുറിച്ചായിരുന്നു. Okay, this is also a statistics report from BCG claims. Organized retailing is expected to grow by 9%. അപ്പൊ 2030 വരെയുള്ള ഒരു കാലയളവില് 9% ഗ്രോത്ത് ആണ് BCG നമ്മളുടെ റീറ്റെയിലിംഗില് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി റീറ്റെയിലിംഗിന്റെ ഒരു എന്താ പറയാ ഗ്രോത്ത് അല്ലെങ്കിൽ റീറ്റെയിലിംഗിന്റെ എക്സിസ്റ്റൻസ് എല്ലാ ഭാഗത്തും ഇന്ത്യയിലെ സെയിം ആണോ? അല്ല. നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് ഒരു 32.8% ഓഫ് എന്താ പറയാ വാരിയേഷൻ ഉണ്ടെങ്കിൽ ഈസ്റ്റ് ഹാവിംഗ് ഓൺലി 9% മാർക്കറ്റ് ഷെയർ. അപ്പൊ റീറ്റെയിലിംഗിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരായിരിക്കും? നോർത്ത് ഇന്ത്യ പാർട്സ് ആണ് റീറ്റെയിലിംഗിലേക്ക് കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് നൽകുന്നത്. ഇനി മേജർ പ്ലേയേഴ്സ് ഇൻ മോഡേൺ റീറ്റെയിലിംഗിന്റെ കുറച്ച് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരുകളാണ്. റിലയൻസ് റീറ്റെയിൽ, Aditya Birla Retail, Spencer, Shoppers Stop from Raheja Group and Tata Group. Okay. ഈ 4 എക്സാമ്പിൾസ് എന്ത് ചോദിക്കുമ്പോ എഴുതണം? നമ്മള് മോഡേൺ റീറ്റെയിലിംഗ് ചോദിക്കുമ്പോ എഴുതിയിരിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ലോങ് ജസ്റ്റേഷൻ പീരീഡ് ആൻഡ് ഹൈ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. ഇത്തരത്തിലുള്ള മോഡേൺ റീറ്റെയിൽസ് നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് നീണ്ടു നിൽക്കുന്ന കാലത്തേക്കായിരിക്കും ഇത് നടത്തുക. അതുപോലെ തന്നെ ക്യാപിറ്റലും വളരെ കൂടുതലായിരിക്കും. ഇതല്ലാതെ നമുക്ക് ഫോറിൻ ബ്രാൻഡ്സ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ട് അവരിപ്പോ സ്റ്റോൾസ് ഇട്ട് നടത്തി തുടങ്ങിയല്ലേ? H&M അത്തരം ബ്രാൻഡ്സ് ഒന്നും മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതല്ല. അപ്പൊ നൗ ഡേയ്സ് റീസെന്റ് അവര് ഫോറിൻ ബ്രാൻഡ്സും നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഐക്യ, H&M, Allen Solly, Van Heusen, Zara, Swarovski. ഇത്തരം ബ്രാൻഡ്സ് ഒക്കെ ഫോറിൻ ബ്രാൻഡ്സ് വിച്ച് ഹാവ് കൊളാബറേറ്റഡ് ഇൻ ടു ഇന്ത്യൻ റീറ്റെയിലിംഗ്. അതിന്റെ എക്സാമ്പിളിൽ എഴുതേണ്ടതാണ്. This is also a statistical report which shows the category-wise retail penetration into the Indian market. Category-wise Indian retail മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്തതിന്റെ കടന്നു വന്നതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സ്ലൈഡ്. ഇതിൽ പറയുന്നത് ഫുഡ് ആൻഡ് ഗ്രോസറിയിലാണ് ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സിന് ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഫുഡ് ആൻഡ് ഗ്രോസറി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? ഫാർമസി. ഓക്കെ, അപ്പൊ ഫുഡ് ആൻഡ് ഗ്രോസറി ആണ് ഏറ്റവും കൂടുതലായിട്ട് റീറ്റെയിലേഴ്സിന് സെയിൽസ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫാർമസി. ഈ ഒരു ബോക്സ് നോക്കൂ. റിലയൻസ് റീറ്റെയിൽ അവരുടെ നമ്പർ ഓഫ് സ്റ്റോഴ്സും അതുപോലെ അവരുടെ റവന്യൂ, ഓരോ സ്റ്റോഴ്സിന്റെയും റവന്യൂ അതുപോലെ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് ആണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റിലയൻസ് റീറ്റെയിൽ ഹാസ് 162 ക്രോർസിലാണ് റവന്യൂ. അതുപോലെ തന്നെ അവരുടെ സ്റ്റോഴ്സ് എത്രയാണ്? 10,901. എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് വിത്ത് ദിസ് ടേബിൾ, ഈ ടേബിളിലെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റോഴ്സ് വരുന്ന ഏതായിരിക്കും? റിലയൻസിനാണ്. പിന്നെ അതുപോലെ നമുക്ക് ആദിത്യ ബിർളയുടെ കാണാം. റവന്യൂ എന്ന് പറയുന്നത് 8,787 ക്രോർസ് ആണ്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ഉണ്ട്, ഡിഫറെന്റ് ടാറ്റ ഗ്രൂപ്പിന്റെ ട്രെൻഡ് ഉണ്ട്. ദാറ്റ് ഇസ് 86+ സ്റ്റോഴ്സ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ തരാൻ സാധിച്ചിട്ടില്ല. 86+ സ്റ്റോഴ്സ് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മള് നോക്കുക, അത്രയേ ഉള്ളൂ ഇതില്. സുഭിക്ഷ ഇൻ സൗത്ത് ഇന്ത്യ. സം റീറ്റെയിലേഴ്സ് ലൈക്ക് ABR എന്ന് വെച്ചാൽ ആദിത്യ ബിർള റീറ്റെയിൽ ഗ്രൂപ്പ് ആണ്. സോ അവരുടെ സ്റ്റോർ ആയിട്ടുള്ള പാന്തലൂൺസ് അതുപോലെ ബിഗ് ബാസ്കറ്റ് എന്നൊരു സ്റ്റോറൊക്കെ അവര് റിലയൻസിനും ടാറ്റ ഗ്രൂപ്പിനും വിൽക്കാണ് ഉണ്ടായത്. അത് വിൽക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റിയുടെ ലാക്ക് കൊണ്ടാണ്. അവർക്ക് അത് എഫിഷ്യന്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അത്തരത്തിലൊരു കാര്യം സംഭവിച്ചത്. Now, emerging rural retail formats. എമേർജിംഗ് റൂറൽ റീറ്റെയിൽ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ റൂറൽ റീറ്റെയിലിംഗില്, റൂറൽ എന്ന വാക്ക് എപ്പോഴും ഓർക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് റീറ്റെയിലിംഗ് അല്ല, റൂറൽ റീറ്റെയിലിംഗ്. നമ്മൾ കണ്ടുവരുന്ന പ്രോഡക്ട്സ് ആയിരിക്കും, പക്ഷെ അത് റൂറൽ ഏരിയാസിലേക്ക് എമേർജ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ITC നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ITCയുടെ കുറെ പ്രോഡക്ട്സ് ഇപ്പൊ റൂറൽ ഏരിയാസിലേക്ക് എമേർജ് ചെയ്യുന്നുണ്ട്. ഗോദ്രേജിന്റെ പ്രോഡക്ട്സ്, DCM ശ്രീറാം കൺസോളിഡേറ്റഡ് ലിമിറ്റഡ് ഉണ്ട്, DSLM.
അവരുടെയൊക്കെ പ്രോഡക്ട്സ് ഇപ്പൊ റൂറൽ ഏരിയാസിലേക്ക് പുതിയതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് വരും. സോ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ഒരു അവയർനെസ് ആണ് അല്ലെ. റൂറൽ ഏരിയാസിൽ ഇപ്പൊ ഉള്ള ആൾക്കാർ കൂടുതൽ അവയർ ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ പുറമേ ഉള്ള കാര്യങ്ങൾക്കും അർബൻ ഏരിയാസിലുള്ള ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ അവർ എന്താണ്, അവർ വളരെയധികം അവയർ ആണ്. അത്തരം ഓപ്ഷൻസ് ട്രൈ ചെയ്യാൻ അവര് ക്യൂരിയസും ആണ്. നെക്സ്റ്റ് പറയുന്ന ITCയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ITC റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ് സെക്ഷൻസിൽ പെട്ടതാണ് ഈ കുക്കീസ്, ബിസ്ക്കറ്റ്സ്, ഇൻസെൻസ് സ്റ്റിക്, നമ്മുടെ ചന്ദനത്തിരി, കൊതുകുതിരി, അത്ര ഐറ്റംസ് ഒക്കെ ചിലത് നമ്മൾ മേടിക്കുന്ന, നമ്മൾ ഇപ്പൊ അടുത്തുള്ള നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പല സാധനങ്ങളും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആരുടെ പ്രൊഡക്ട്സ് ആയിരിക്കും, ITCയുടെ പ്രൊഡക്ട്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലൊരു കോൺട്രിബ്യൂഷൻ ആണ് ITCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മെയിൻ പ്രോഡക്ട്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കുക്കീസ്, ഗാർമെന്റ്സ്, ഇൻസെൻസ് സ്റ്റിക്സ് ആൻഡ് മാച്ചസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു 4 ഓൺലൈൻ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇ-ഷൗപ്പിൽ. ഇ-ഷൗപ്പിൽ ഇസ് ബേസിക്കലി എ വെബ്സൈറ്റ്. അപ്പൊ അത് വെബ്സൈറ്റ് ആവുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റണം ഫാമേഴ്സിന് അല്ലെ. ആക്സസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, ഇന്റർനെറ്റ് ഫെസിലിറ്റി വേണം, കമ്പ്യൂട്ടർ ഫെസിലിറ്റി വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഈ ഫാമേഴ്സ് ഇരിക്കുന്ന അവരുടെ റൂറൽ ഏരിയാസിൽ അവര് വസിക്കുന്ന ആ സ്ഥലത്ത് ഇവർ അവൈലബിൾ ആക്കി കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഓക്കെ, എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഫാമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ഇപ്പൊ പുറത്തെ കാര്യങ്ങൾ, അവരുടെ മാർക്കറ്റിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ റേറ്റ് അറിയണം, അല്ലെങ്കിൽ അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഡൗട്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഇ-ഷൗപ്പിൽ എന്നുള്ള വെബ്സൈറ്റിന് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ 10 സ്റ്റേറ്റ്സിലാണ് ഇത് ഇപ്പോ എഫിഷ്യന്റ്ലി വർക്ക് ചെയ്യുന്നത്. അതിലൊരു സ്റ്റേറ്റ് ഏതാണ്, നമ്മുടെ കേരളയാണ്. നെക്സ്റ്റ് ഇസ് ഷൗപ്പിൽ ഫ്രഷ്. അപ്പൊ ഷൗപ്പിൽ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ ആണ്. ഇറ്റ്സ് എ റീറ്റെയിൽ സ്റ്റോർ. പ്രോബബ്ലി ഈ ഫാമേഴ്സിന്റെ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ മേടിച്ച് അത് സെൽ ചെയ്യുന്ന റീറ്റെയിൽ യൂണിറ്റ്സ് ആണ്. അത് എത്ര യൂണിറ്റ്സോളം ഉണ്ടെന്ന് പറയുന്ന 80 റീറ്റെയിൽ യൂണിറ്റ്സോളം നമുക്ക് ഷൗപ്പിൽ ഫ്രഷിന്റെ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ഗോദ്രേജ് ആധാർ. ഗോദ്രേജ് ആധാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോദ്രേജ് ആണെങ്കിലും അത് പിന്നീട് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഏറ്റെടുക്കാണ് ഉണ്ടായത്. അത് ഗോദ്രേജ് ആധാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലുള്ള കുറച്ച് പ്രോബ്ലംസ് കൊണ്ടാണ് അവർക്ക് അതൊരു ഫെയിലിയർ ആയി തീർന്നത്. ലേറ്റർ ഓൺ അത് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഗോദ്രേജ് ആധാർ ഇസ് ഓൾസോ ബേസിക്കലി അതൊരു എന്താ പറയാ, ഒരു ടെക്നിക്കലി ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അതായത് ഇപ്പോ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഫാമേഴ്സിന് അവരുടെ ക്വറീസ് ഒക്കെ ഡീൽ ചെയ്യാൻ, ഫാമേഴ്സിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ്, അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും, അവർക്ക് അവരുടെ കമ്മോഡിറ്റി എങ്ങനെ സെൽ ചെയ്യാം, അങ്ങനെ എല്ലാ ഹെൽപ്പുകളും പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത് ഗോദ്രേജ് ആധാർ. നെക്സ്റ്റ് DSCL ഹരിയാലി കിസാൻ ബസാർ. അത് ഇതുപോലെ ഒരു എന്താ പറയാ, അതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന്റെ ചെയിൻ ആയിരുന്നു ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഫാമേഴ്സിന് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, എന്തൊക്കെ പ്രൊഡ്യൂസ് വേണം, അവർക്ക് ഈ സീഡ്, സാപ്ലിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അല്ലെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതൊക്കെ ഇവര് സപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സിന് വേണമെങ്കിൽ ബൈബാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റൂറൽ ഏരിയനെ സപ്പോർട്ട് ചെയ്തൊരു 4 ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഈ ഷൗപ്പിൽ ഫ്രഷ്, ഗോദ്രേജ് ആധാർ ആൻഡ് DSCL ഹരിയാലി കിസാൻ ബസാർ. കീ ഗ്രോത്ത് ഡ്രൈവേഴ്സ് ഓഫ് ഇന്ത്യൻ റീറ്റെയിൽ. ഇന്ത്യയിലെ റീറ്റെയിൽ മാർക്കറ്റിനെ ഒരു വലിയൊരു ഗ്രോത്തിലേക്ക് നയിച്ചതിലെ ഒരു കീ റോള് വഹിച്ച പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൊരു നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഒരു 3 പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ന്യൂക്ലിയർ ഫാമിലീസിന്റെ ഒരു ഇൻക്രീസ് ഇൻ ദിയർ നമ്പർ ആണ്. ന്യൂക്ലിയർ ഫാമിലീസ് ഇപ്പോൾ ഡേ ബൈ ഡേ കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈസി ഫിനാൻസിങ് ഓപ്ഷൻ. നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ, ഇപ്പൊ ഒരു മൊബൈൽ വാങ്ങിച്ചാൽ, ഒരു TV വാങ്ങിച്ചാൽ, എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതൊരു റീസൺ ആണ്. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വർക്കിംഗ് വുമൺ അല്ലെ. ഇപ്പോ സിംഗിൾ ഇൻകം ഫാമിലീസ് ഒക്കെ എന്തായി മാറാണ്, ഡബിൾ ഇൻകം ഫാമിലീസ് ആയിട്ട് മാറാണ്. ഇനി നമുക്കിതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കുറെ പോയിന്റ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം. ഫാക്ടേഴ്സ് അഡീഷണലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് മോഡേൺ റീറ്റെയിൽ. ഫസ്റ്റ് വൺ പറയുന്നത് ചേഞ്ച് ഇൻ ഡെമോഗ്രാഫിക്സ്. ഡെമോഗ്രാഫിക്സിൽ ചേഞ്ച് എന്ന് ഉദ്ദേശിച്ചാൽ മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ ഒരു നമ്പറിൽ നോക്കുമ്പോൾ യങ് കൺസ്യൂമേഴ്സ് ആണ് കൂടുതൽ. യങ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് വന്നിട്ട് എന്തായിരിക്കും മേടിക്കുക, വീട്ടിലേക്കുള്ള ഡെയിലി കൺസ്യൂമബിൾസ് ആയിരിക്കും മേടിക്കാല്ല. അവർക്ക് ഒരു മേ ബി ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുള്ള ഒരു ഇമ്പൾസിന്റെ മേലിൽ ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ അവർ വില കൂട്ടിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അവർ പ്രൈസ് ഒന്നും മൈൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീസൺ എന്തിനെ നയിച്ചിട്ടുണ്ട്, ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിന്റെ ഗ്രോത്തിനെ നയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ക്രെഡിറ്റ് ഫ്രണ്ട്ലിനെസ്.
ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈസി ആയിട്ട് ക്രെഡിറ്റ് കിട്ടും. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ പോലും നമുക്ക് EMI ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ കടം കിട്ടും എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആ പൈസയെ കുറിച്ച് ബോധേഡ് അല്ല. എത്ര വിലയുള്ള സാധനമായാലും ഓക്കെ EMI അല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൺസ്യൂമർ പുൾ എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡിമാൻഡിനെ ജനറേറ്റ് ചെയ്യുക. ഭയങ്കരമായ ഒരു ഡിമാൻഡ് അത് വേണം, അത് കൊണ്ടുവരൂ എന്നൊരു ഡിമാൻഡ് കൺസ്യൂമർ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ പുൾ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ. ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയില് അല്ല, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, കുറെ കാര്യങ്ങൾ. അപ്പൊ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു എന്താ പറയാ ഒരു എമർജിങ് into our culture has made a lot of difference in the retail sector. Hectic lifestyle encourages customers to seek ready-made products and services. അല്ലെ, കസ്റ്റമേഴ്സിന് ഹെക്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഓപ്റ്റ് ചെയ്യുക? അവരെന്തായിരിക്കും ഓപ്റ്റ് ചെയ്യുക? റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ആയിരിക്കും അല്ലെ. ഇപ്പൊ വീട്ടിൽ പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ടതൊക്കെ ആലോചിച്ച് നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ചപ്പാത്തിയോ എനിത്തിങ് ഇസ് അവൈലബിൾ റെഡിമെയ്ഡ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാക്കേജ്ഡ് ഫുഡ്സിന്റെ ഒരു എമർജൻസിനെ അത് ലീഡ് ചെയ്തിട്ട്. ലോ പെനിട്രേഷൻ ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിൽ. ഞാൻ പറഞ്ഞു ഓർഗനൈസ്ഡ് റീറ്റെയിലും അൺഓർഗനൈസ്ഡ് റീറ്റെയിലും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. സോ ഓർഗനൈസ്ഡ് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോ H&M അത്തരം ബ്രാൻഡ്സ് അവരൊക്കെ ഒരുപാടായിട്ട് നമ്മുടെ റീറ്റെയിലിനോട് എമർജ് ചെയ്താൽ നമ്മളുടെ റീറ്റെയിലേഴ്സിന്റെ ജോലിയായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ അതൊരു അമിതമായിട്ട് അവർ പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് അളവിൽ അവര് നമ്മുടെ റീറ്റെയിലിംഗിലോട്ട് കയറിയിട്ടുള്ളൂ. അത് എന്തിനു ബെനിഫിറ്റ് ചെയ്തു? നമ്മുടെ റീറ്റെയിൽ ഗ്രോത്തിനെ ബെനിഫിറ്റ് ചെയ്തു. നോൺ എസെൻഷ്യൽ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കൂടെ, അതായത് എസെൻഷ്യൽ ആ പിക്ചറിൽ നമുക്ക് കാണാം. എസെൻഷ്യൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡ്രിങ്ക്സ് ആവട്ടെ, ഡ്രിങ്ക്സ് ഇൻ ദ സെൻസ് ജ്യൂസ്, ഓക്കെ, ജ്യൂസോ വെജിറ്റബിൾസോ ഗ്രോസറി അതൊക്കെ എസെൻഷ്യലിൽ പെടും. നോൺ എസെൻഷ്യലിൽ വരുമ്പോഴോ നമുക്ക് അതിൽ കാണാം അല്ലെ, പെർഫ്യൂംസ്, ചിപ്സ്, സിനിമ, മൂവി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോൺ എസെൻഷ്യൽ. അപ്പൊ ഇന്നത്തെ കാലത്ത് എസെൻഷ്യലിനെ പോലെ തന്നെ നോൺ എസെൻഷ്യൽ ഗുഡ്സിനും ആളുകൾ സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഒരു വളർച്ച, അതായത് കൺസ്യൂമേഴ്സ് ഇത്ര എമൗണ്ട് 5000 രൂപ അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അവർ 4000 സ്പെൻഡ് ചെയ്യാനായിട്ടും റെഡിയാണ്. അതാണ് ഡിസ്പോസിബിൾ ഇൻകം ആളുകളുടെ ചേഞ്ച് ചെയ്തു പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ. ഇനി ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഇസ് ഏബിൾ ടു പ്രൊവൈഡ് യുണീക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞു, നമ്മൾ റീറ്റെയിലിംഗ് ആവുമ്പോൾ എന്തുണ്ടാവും? ഒരു യുണീക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഹോൾസെയിലിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന പോലെയല്ല നമുക്ക് എന്ത് റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു എന്താ പറയാ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് അവെയർ ആണ് അവരുടെ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് അല്ലെ. കൺസ്യൂമർ ഇപ്പൊ നമ്മളുടെ അടുത്ത് നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കടക്കാരൻ പറയാണ് മോളെ ഇത് എടുത്തോ, അല്ലെങ്കിൽ മോനെ ഇത് എടുത്തോ, ഇതാണ് കുറച്ചുകൂടി നല്ലത്, ഇതാണ് ഫാസ്റ്റ് മൂവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ അറിയാം അല്ലെ. അതല്ല എനിക്ക് വേണ്ട, എനിക്ക് മറ്റു പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, എനിക്കറിയാം. അങ്ങനെ പറയാനുള്ള അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നോളജ് നമുക്ക് ആയിട്ടുണ്ട് അല്ലെ. That is also a reason behind Indian retail growth. നെക്സ്റ്റ് പറയുന്ന എൻട്രി ഓഫ് കോർപ്പറേറ്റ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ കോർപ്പറേറ്റ്സില് വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ആണ് ഏതൊക്കെ? ഭാരതി, റിലയൻസ്, ടാറ്റ, ആദിത്യ ബിർള ആൻഡ് ITC. Next, Indian consumer today is in a position to avail and enjoy the shopping experience. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കസ്റ്റമർ ഇപ്പോ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രം പോരാ, അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവർക്ക് എന്തൊക്കെ വേണം? അവിടുത്തെ സെയിൽസ്മാന്റെ ബിഹേവിയർ നന്നായിരിക്കണം, ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ, ആ സ്റ്റോറിന്റെ കാർ പാർക്കിംഗ്, അവിടുത്തെ ഫെസിലിറ്റീസ്, അതൊക്കെ ഒരു കൺസ്യൂമർ ഇപ്പോ വാല്യുബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ന്യൂ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുമ്പം ഇപ്പൊ ഒരുപാട് ന്യൂ ഐഡിയാസ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വന്നു. ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഷൂ ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റോർ. അത്തരത്തിലുള്ള ഐഡിയാസ് ഒന്നും മുൻപ് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ കുറെ ന്യൂ ഐഡിയാസിന്റെ എമർജൻസും എന്തിലേക്ക് വന്നിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഫോറിൻ റീറ്റെയിലേഴ്സ്, നമ്മുടെ സാറ, H&M, സർവോസ്കി അത്തരം ബ്രാൻഡുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളുടെ സ്റ്റോറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കും കൂടിയാണ്? നമുക്കും കൂടിയാണ് അല്ലെ. നമുക്ക് ഈ ഗൂഡ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസിൽ തന്നെ നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റോറിന്റെ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിൻഡ് മാൻ പവർ. ടെക്നോളജി ഞാൻ പറഞ്ഞു RFID,
അതുപോലെ AR, VR അത്തരം ടെക്നോളജി. RFID എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ്. അതിലെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ സൈസ് മുതൽ കളർ മുതൽ അതിന്റെ ക്വാണ്ടിറ്റി, അതിരിക്കുന്ന ഷെൽഫ്, റാക്ക്, എത്രമാത്രം ക്വാണ്ടിറ്റി ഇനി ഉണ്ട് സെല് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള A to Z ഡീറ്റെയിൽസ് റെക്കോർഡഡ് ആവുന്ന ഒരു ടെക്നോളജിയാണ് ഈ RFID എന്ന് പറയുന്നത്. വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി നമുക്കറിയാം അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് അതിന്റെ ആക്ച്വൽ എക്സ്പീരിയൻസ്, ഒരു വിർച്വൽ എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, AR ഉം VR. നെക്സ്റ്റ് സ്ട്രെയിൻഡ് മാൻ പവർ നമ്മൾ പറഞ്ഞു അല്ലെ. മാൻ പവർ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. നമ്മളൊരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോയി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിനേക്കാൾ ഉപരി നമ്മളിപ്പോ മൈൻഡിൽ വെക്കാൻ, നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു സാധനം മേടിച്ചു, പക്ഷെ അവിടുത്തെ കസ്റ്റമറുടെ ബിഹേവിയർ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇനി വീണ്ടും ആ കടയിലേക്ക് പോവോ? ഇല്ല. അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നല്ലതാ, പക്ഷെ എനിക്ക് ആ കസ്റ്റമറിന്റെ ബിഹേവിയർ ഇഷ്ടമല്ല എന്ന് പറയാ കടയിലത്തെ അല്ലെ. അതുകൊണ്ട് എന്താണ്, ഓരോ പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്ന പോലെ തന്നെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ആ ഓരോ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന സെയിൽസ്മാനെയും മറ്റ് സ്റ്റാഫ്സിനെയും ഒക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യാനായിട്ട്. So that's all about our Unit 1's Part 1 video. Thank you. We'll see you in the next video with Part 2.